ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അന്ത്യവിധിയും മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും അതിൻ്റെ ആ വിശുദ്ധി മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ എന്തു ചെയ്യണം? കഴിഞ്ഞ 4 മാർപ്പാപ്പന്മാരുടെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്ക് പരിചയമുള്ള മാർപ്പാപ്പന്മാർ: ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതിനു മുമ്പ് പരിചയമുള്ള മാർപ്പാപ്പയുണ്ട്, പോൾ 6 മാർപ്പാപ്പ. ഞാൻ ജനിച്ച വർഷമാണ് അദ്ദേഹം മാർപ്പാപ്പയായത്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ കടക്കുന്നില്ല. ഞാൻ സെമിനാരി പോകുന്നതിൻ്റെ തലേ വർഷമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായത്, 78. അപ്പം അത് തൊട്ടുള്ള കഥ ഞാൻ പറയുകയാണ്. അതിന് പുറകിലേക്ക് പോകാം, പക്ഷെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1978 മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുമ്പ് 1968 ജർമ്മനിയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വളരെ ദ്രോഹം ചെയ്യുന്ന ഒരു ഫിലോസഫി അന്തരീക്ഷത്തിലേക്ക് പകർന്നു. ദൈവം മരിച്ചു പോയതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തൂ, അതായിരുന്നു ഫിലോസഫി. 1968 ദൈവം മരിച്ചുപോയി, അപ്പോൾ ഇനി പാപം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുക. ഇത് പെട്ടെന്ന് തന്നെ പ്രചരിച്ചു. കാരണം ദൈവം മരിച്ചു പോയ പിന്നെ പാപം ചെയ്യാലോ, ചോദിക്കാനും പറയാൻ ആളില്ല. ഉടനെ തന്നെ, അതായത് 1969 പല രാജ്യങ്ങളും കമ്മ്യൂണിസത്തെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ട്, രാഷ്ട്രീയ രീതിയായിട്ട്, ഭരണത്തിന്റെ രീതിയായിട്ട് അംഗീകരിച്ചു. 1969 ഒരുപാട് രാജ്യങ്ങൾ. ദൈവമില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല കമ്മ്യൂണിസം, ദൈവമില്ലെങ്കിൽ. അങ്ങനെ 1969 ഒരുപാട് രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് പോയി. ഒരു രാഷ്ട്രീയ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തത്വജ്ഞാനം ആയിട്ട് മാത്രമല്ല, ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ട്. അപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ കമ്മ്യൂണിസത്തിന്റെ പിടിയിലായിരിക്കുമ്പോൾ 1978 ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്നും, പോളണ്ട് എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് ഇല്ലേ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്നും ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ ജോർജ് ബീഗൽ പറയുന്നത്, അദ്ദേഹം ലോക ചരിത്രത്തെ തന്റെ വീക്ഷണകോണിലേക്ക് വളച്ചു എന്നാണ്. അതായത് അദ്ദേഹത്തിന് പോളണ്ടിൽ നിന്ന് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും പോളണ്ടിൽ വരാൻ പ്രയാസമുണ്ടായിരുന്നു. പോൾ 6 മാർപ്പാപ്പയ്ക്ക് ഒരിക്കലും പോളണ്ടിൽ വരാൻ കഴിഞ്ഞില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സമ്മതിച്ചില്ല. ഒരു മാർപ്പാപ്പ വന്നാൽ ഉടനെ തന്നെ കമ്മ്യൂണിസം പൊളിഞ്ഞു പോകുമെന്ന് കമ്മ്യൂണിസത്തിന് പേടിയുണ്ടായിരുന്നു. മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്ത് പോയാൽ അവിടെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊക്കെ വിചാരിച്ച കാര്യം ഓർക്കണ്ട. ഒരാളുടെ സാന്നിധ്യം ഞാൻ സമീകരിച്ച് പറയല്ല, എന്നാലും അങ്ങനെ ആൾക്കാർ ചിന്തിക്കും. ഒരാൾ ചെന്നാൽ ചിലപ്പോൾ പ്രശ്നമാകും, മറ്റു പലരും ചെന്ന കുഴപ്പമില്ല, ഇയാൾ ചെന്ന കുഴപ്പമാണ്. അപ്പം ഈ പോളാർമോൻ മാർപ്പാപ്പ പല പ്രാവശ്യം അന്നത്തെ പോളിഷ് ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് മാർപ്പാപ്പയ്ക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് പോളണ്ടിൽ മാർപ്പാപ്പയായിട്ടും വരാൻ പ്രയാസപ്പെട്ടു. വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, നീ ഇറങ്ങി വന്ന് ഭൂമുഖത്തെ നവീകരിക്കണമേ എന്നതിന് പകരം എൻ്റെ രാജ്യത്തിന്റെ മുഖം നവീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. 11 കൊല്ലം 79 ബെർലിൻ മതിൽ പൊളിഞ്ഞു വീണു. എന്ന് വെച്ചാൽ കമ്മ്യൂണിസം ഇല്ലാണ്ടായി. 2 ജർമ്മനികൾ, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലും ഇങ്ങനെ മതിൽ കെട്ടിയിരിക്കുകയായിരുന്നു. ആ മതിലിന്റെ കുറച്ച് ഭാഗം ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്, ചരിത്രം സൂക്ഷിക്കാൻ വേണ്ടി. ആ മതിൽ പൊളിച്ചു കളഞ്ഞു. കമ്മ്യൂണിസം പരാജയപ്പെട്ടു. അപ്പോൾ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കാർന്ന് തിന്നുന്ന നിരീശ്വരവാദ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തെ തകർക്കാൻ പോളണ്ടിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്ന് ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു. അതിന്റെ വിശുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് കഴിഞ്ഞ് ബെനഡിക്ട് 16 2005. അപ്പോഴേക്കും ഈ ബെൽജിയം, ലുവൈൻ, നമ്മുടെ ചില അച്ഛന്മാരൊക്കെ അവിടെയാണ് പഠിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ദൈവമല്ലെന്നും ഒരു പ്രവാചകൻ മാത്രമാണെന്നും ബുദ്ധനെ പോലെയോ രാമനെ പോലെയോ കൃഷ്ണനെ പോലെയോ ആണെന്നൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിപ്പിച്ചു വിട്ടു. ഒരു പ്രവാചകൻ മാത്രം. നമ്മളെ ഗൾഫ് രാജ്യങ്ങളിൽ പോയ പലരും തന്നെ ക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമെന്ന രീതിയിലായി. അത് യൂറോപ്പിലൊക്കെ ആയി. അപ്പം യേശുവിന്റെ ദൈവത്വം തന്നെ നിഷേധിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെയധികം കൂടി. ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പോലും അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ഫിലോസഫി കൊണ്ട് ദ്രോഹം ചെയ്ത ജർമ്മനിയിൽ നിന്ന് ഒരു മാർപ്പാപ്പ, ബെനഡിക്ട് 16, അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് യേശു ദൈവമാണെന്ന്, അതായത് അദ്ദേഹം ഒരു ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ബെനഡിക്ട് 16. അത്രയും അറിവുള്ള മനുഷ്യനാണ്. ആ ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന പുസ്തകത്തിലൂടെ
അതാണ് വിശ്വാസ പ്രമാണത്തിന്റെ വ്യാഖ്യാനം. നമുക്ക് മലയാളത്തിൽ ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും മുഖ്യം. അതിലൂടെ ആ പുസ്തകത്തിലൂടെ അദ്ദേഹം യേശു ദൈവമാണെന്ന് യുക്തിഭദ്രമായി, ദൈവം തൃത്വമാണെന്ന് യുക്തിഭദ്രമായി സ്ഥാപിച്ചു. ആ പുസ്തകം വായിച്ചിട്ടാണ് അദ്ദേഹത്തെ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനാക്കിയതെന്ന് അദ്ദേഹം തന്നെ ലോകത്തിന്റെ പ്രകാശം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ കിട്ടും. ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്തുധർമ്മ പ്രവേശിക്കൽ ഒരു വാചകം ഞാൻ എൻ്റെ വചനവിജ്ഞാനം എന്ന പുസ്തകത്തിൽ എഴുതിയപ്പോൾ ചില അച്ഛന്മാര് ഞാൻ കത്തോലിക്ക സഭയ്ക്ക് എതിരെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു എൻ്റെ മെത്രാന്. വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായ ഒരാള് എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഒരു വാചകം എഴുതിയതിന് ഞാൻ കത്തോലിക്ക സഭയ്ക്കെതിരെ പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ മെത്രാന് പരാതി കൊടുത്തു ചില അച്ഛന്മാർ. ഇപ്പോഴും ചിലരത് വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ ബെനഡിക്ട് 16 അവർ വായിച്ചിട്ടില്ല. അദ്ദേഹം വിശ്വാസ തിരുസംഘത്തെ തലവനായിരുന്ന കാര്യവും അദ്ദേഹത്തെ പുസ്തകങ്ങളും ഇവർ കണ്ടിട്ടില്ല. അവർ ചില പുസ്തകങ്ങളൊക്കെ വായിക്കും, അവരെ ഇക്കിളിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, അല്ലാതെ സഭയുടെ കാര്യങ്ങളോ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ ബൈബിളോ അതൊന്നും തൊടാൻ പാടില്ല എന്നുള്ള മട്ടിലാണ്. എന്നിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായ ഒരാൾ പഠിപ്പിച്ച കാര്യം ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ഞാൻ പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനെയാണ്, കാൾബാർത്തിനെയാണ് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവര് പരാതി കൊടുത്തു. ഇപ്പോഴും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവരുടെ അറിവില്ലായ്മ എന്നല്ലാതെ ഞാൻ എന്ത് പറയാൻ? ചുരുക്കത്തിൽ എന്തിനാണ് ബെനഡിക്ട് മാർപ്പാപ്പയെ, ജർമ്മനിയിൽ നിന്നുള്ള മാർപ്പാപ്പയെ ദൈവം തെരഞ്ഞെടുത്തത്? തൻ്റെ മകൻ തൻ്റെ പുത്രൻ ദൈവം തന്നെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള നിയോഗമായിരുന്നു. അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ സ്വാധീനമുണ്ട്. കാരണം ഇപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഹെർമനോട്ടിക്സ്, വ്യാഖ്യാന സിദ്ധാന്തം പഠിപ്പിക്കുന്നുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ലുവൈനിലൊക്കെയുള്ള സ്ഥലത്ത് യേശു പ്രവാചകൻ മാത്രമാണ്, ദൈവം അല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച, യഹോവ സാക്ഷികൾ പഠിപ്പിച്ച സ്ഥലത്തൊക്കെ ഇപ്പോ ബെനഡിക്ട് മാർപ്പാപ്പയുടെ വ്യാഖ്യാന സിദ്ധാന്തം, ഹെർമനോട്ടിക്സ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ചെറിയ സംഗതിയാണോ അത്? അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് കൊല്ലങ്ങൾ കൂടി കാത്തിരിക്കണം. അത് കഴിഞ്ഞ് ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാലം കഴിഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ ബെനഡിക്ട് മാർപ്പാപ്പയുടെയും ജോൺ പോൾ രണ്ടാമന്റെ കാലത്തൊക്കെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അച്ഛന്മാര് ബാലന്മാരെ പീഡിപ്പിച്ചു. അതിങ്ങനെ വലിയ ഒരു പീഡിപ്പിച്ച കണക്ക് എന്ന് പറയുന്നത് പുറത്തേക്ക് വന്നത് മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് ഏതാണ്ട് കത്തോലിക്ക സഭയിലെ മുഴുവൻ വൈദികരും ഈ തരത്തിലാണെന്നുള്ള മട്ടിലായിപ്പോയി. ചില രൂപതകളൊക്കെ ബാങ്ക്രപ്റ്റായി ഇങ്ങനെയുള്ള കേസിന്റെ ഈ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട്. അതായത് 30 കൊല്ലം 40 കൊല്ലം മുമ്പുള്ള കേസിലൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് മരിക്കാൻ കിടക്കുന്ന അച്ഛന്മാർ, 50-55 വയസ്സുള്ള അച്ഛന്മാരുടെ 30 വയസ്സിലോ 25 വയസ്സിലോ ചെയ്തു എന്ന് പറയുന്ന ഒരു ഇത് തെളിയിക്കാനായിട്ട് എന്താണ്, ഈ ഇരകളുടെ മൊഴി മതിയല്ലോ. അവിടെ സത്യമൊന്നും ആകണമെന്നില്ല. ഇനി അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ ഈ 35 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചതൊക്കെ ആകാം, ചിലപ്പം അല്ലാത്തതുണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഭയങ്കര കത്തോലിക്ക സഭയ്ക്കെതിരെ ഭയങ്കര ആക്രമണമായിരുന്നു ലോകം മുഴുവൻ മാധ്യമങ്ങൾ. പിന്നെയാണ് ഈ ലെസ്ബിയൻ, പിന്നെ ഗേ മാരേജസിന്റെ പ്രശ്നങ്ങൾ. ഇങ്ങനെ മാധ്യമങ്ങൾ മുഴുവൻ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൊണ്ടുവന്നത്. അദ്ദേഹം ഇതിനെല്ലാം ഓരോ തരത്തിലും മറുപടികൾ കൊടുത്തു. അതോടെ മാധ്യമങ്ങളും ഒക്കെ, സഭയ്ക്കെതിരായ മാധ്യമങ്ങളൊക്കെ പത്തി താഴ്ത്തി. എന്താണ് ഇങ്ങനെയുള്ള കേസുകൾ? അദ്ദേഹം കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനൊരു ആക്ഷേപം വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് മെത്രാന്മാർക്കും അങ്ങനെ കൃത്യം നിയമങ്ങൾ നടപ്പാക്കാൻ നോക്കി. പിന്നെ LGBT കുറിച്ച്, ഈ ലെസ്ബിയനെ കുറിച്ചും ഗേയെ കുറിച്ചൊക്കെ അദ്ദേഹം അവരുടെ യൂണിയൻ, അവരുടെ ബന്ധത്തെ ആശീർവദിക്കേണ്ട വ്യക്തികൾ ആശീർവദിക്കൂ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ മാധ്യമങ്ങൾ വായടപ്പിച്ചു. അതോടുകൂടി സഭയുടെ മുഖം, ആ പ്രതിച്ഛായ വീണ്ടെടുക്കപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത്. ആ തെരഞ്ഞെടുപ്പ് ഞാൻ പറയണേ. അത് കഴിഞ്ഞ് ഇപ്പൊ ലയോൺ മാർപ്പാപ്പ എന്തായിരിക്കും അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുന്ന കാര്യമൊക്കെ നമുക്ക് ഇപ്പം പറയാറായിട്ടില്ല, ഒരു കൊല്ലമായിട്ടില്ലല്ലോ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട്. എങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്ന്, ഈ ഹമാസും ഇസ്രായേലും ഇല്ലേ, അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാത്തൊരു കാര്യം ലയോൺ മാർപ്പാപ്പ പറഞ്ഞു. എന്താണ്? ഹമാസ് ആദ്യം ആയുധം താഴെ വയ്ക്കണം, അവരാണ് പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയത്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞിരുന്നില്ല. 2, ഈ ഇസ്താൻബൂളിൽ പോയിട്ട് ഈ മുസ്ലിംസിന്റെ പ്രാർത്ഥനാലയത്ത് പ്രാർത്ഥിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. കാണുകയൊക്കെ ചെയ്യാം, മാത്രമല്ല അത് പണ്ട് ഞങ്ങളുടെ പള്ളിയായിരുന്നു. അപ്പോൾ
കാണുക ചെയ്യാം, പക്ഷെ പ്രാർത്ഥിക്കാൻ ഞാനില്ല. അപ്പൊ മധ്യ പൂർവേഷ്യയിൽ ക്രിസ്ത്യാനികളെ സഹിക്കുന്നത് ആരിൽ നിന്നാണെന്നും അതെന്തുകൊണ്ടാണെന്നും ഈ സമാധാന മതക്കാർ എന്ന് പറയുന്നവർ അത്ര സമാധാനം, അവരുദ്ദേശിച്ച സമാധാനം ശരിക്കുള്ള സമാധാനമല്ലെന്ന്, യുദ്ധമാണെന്നൊക്കെ പരോക്ഷമായി അദ്ദേഹം നിലപാടെടുത്തു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഇതൊക്കെ എങ്ങനെയാണ് ഈ ദൈവം ഈ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ എങ്ങനെയാണ് കളിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ അതിന്റെ ഒരു എന്താ പറയാ ഒരു ചെറിയ വീക്ഷണമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കേട്ടോ. എല്ലാം മൊത്തത്തിലുള്ള ഒരു വീക്ഷണമല്ല. ഈ തെരഞ്ഞെടുപ്പ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചിട്ടാണ്. സിസ്റ്റൈൻ ചാപ്പലിൽ ചെന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്താണ്? അത് മുഴുവൻ മീക്കലാഞ്ചലോ എന്ന് പറഞ്ഞ ആളുടെ പെയിന്റിങ്സ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പെയിന്റിംഗ് ആണ് അന്ത്യവിധിയുടെ പെയിന്റിങ്. അതാണ് ഒരു ചുമരിന്റെ ഒരു പിന്നെ ബൈബിളിലെ രംഗങ്ങൾ മുഴുവനുണ്ട്. എന്തുകൊണ്ടാണ് ചിത്രങ്ങൾ നമുക്കറിയാലോ. നമ്മൾ ബൈബിള് എഴുതപ്പെട്ടിരിക്കുക കാർബണും പേപ്പറൊക്കെ ഉപയോഗിച്ച് എഴുതപ്പെട്ടിരിക്കുക. ഇത് ബ്രഷും പെയിന്റ് ഉപയോഗിച്ച് ചിത്രമെഴുത്ത്, അതൊരു എഴുത്താണ്. നമ്മൾ ബൈബിള് പോലെ തന്നെയാണ് ഈ പെയിന്റിങ്സ്. അതൊരു വചന പ്രഘോഷണമാണ്. ചിത്രങ്ങൾ ഒരു വചന പ്രഘോഷണമാണ്. നമ്മൾ ആരെങ്കിലും പള്ളിയിൽ വരുമ്പോൾ അവിടെ സർവീസ് ഒന്നും നടക്കുന്നില്ലെന്ന് വിചാരിക്കുക, അവർക്കും സുവിശേഷം കേൾക്കണം. അതിന് ഈ ചിത്രങ്ങൾ നോക്കിയാൽ മതി. ആ ചിത്രങ്ങളൊക്കെ ബൈബിളിലെ രംഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുക. അത് കാണുമ്പോൾ ബൈബിളിലെ രംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അന്ത്യവിധിയുടെ ചിത്രം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള ആ അന്ത്യവിധിയുടെ ചിത്രമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ മാലാഖമാരുമായി എഴുന്നള്ളുമ്പോൾ അവൻ തന്നെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. എല്ലാ ജനതകളും അവന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാട് തന്റെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്ത് ഭാഗത്തുള്ള അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇത് നല്ലവരോട് അല്ലേ? എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുക. ഇടത്തുവശത്തുള്ളവരോട്, അതായത് കർത്താവിനെ കേൾക്കാതെ നടന്നവരോട്, ഇടത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനുമാരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പിശാചിനുമാരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എന്നിട്ട് 46-ാമത്തെ വാക്യം, ഇവര് ഈ പറഞ്ഞ ശപിക്കപ്പെട്ടവര് അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. അതായത് നീതിമാന്മാർ നിത്യജീവനിലേക്ക് പോകുന്നത് കാണാൻ പോലും ഈ നിത്യദണ്ഡനത്തിലേക്ക് ശിക്ഷാവിധി കിട്ടിയവർക്ക് സാധ്യതയില്ല. അവരെ നരകാഗ്നിക്ക് അയച്ചിട്ടേ ഇവരെ നിത്യജീവനിലേക്ക് സ്വർഗത്തിലേക്ക് അയക്കുന്ന, അങ്ങനെ കർത്താവ് എഴുതിയിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അവതരിപ്പിച്ചിരിക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിലാണ് കർദിനാൾമാർ ഇരിക്കണേ. അവര് കാണുന്നത് മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ മാലാഖമാരുമായി എഴുന്നള്ളി വരുന്നതും മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നതും ആ സിംഹാസനത്തിന് മുമ്പിൽ, ന്യായാസനത്തിന് മുമ്പിൽ കർദിനാൾമാർ നിൽക്കുന്നതുമാണ്. അപ്പൊ തങ്ങളെ വോട്ട് ചെയ്താൽ ഈ ന്യായാസനത്തിന് മുമ്പിൽ തനിച്ച് നിൽക്കണമെന്നും ഈ നിത്യവിധിയാളനായ മനുഷ്യപുത്രന്റെ വിധിവാചകം ഒന്നെങ്കിൽ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് ആ വിധിവാചകം കേൾക്കേണ്ടി വരുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉത്തരവാദിത്തം വേണം. തങ്ങളുടെ ഈ സ്വകാര്യ താല്പര്യങ്ങൾ, തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, അയാൾ ജയിച്ചാൽ എന്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും, ഈ വക ചിന്തകളൊന്നും തന്നെ വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ആ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണേ. ഇവിടെ മനുഷ്യപുത്രനായ ന്യായാധിപന് മുമ്പിൽ കർദിനാളന്മാർ തനിച്ച് നിൽക്കുകയാണ്. അവനോട് ഉത്തരവാദിത്തം. ആർക്ക് വോട്ട് ചെയ്താലും നീ എന്തുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്തു എന്ന് നീ ഉത്തരം പറയണം. അത് ന്യായാധിപനായ മനുഷ്യപുത്രന്റെ മുമ്പിൽ. അപ്പൊ ഈ കർദിനാളന്മാര് ഈ ഒരു ധ്യാനത്തിലാണ് ഇരുന്നിട്ടാണ് വോട്ട് ചെയ്യണേ. അപ്പോൾ അവരുടെ ഈ സ്ഥാപിത താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ, തന്റെ ഇഷ്ടപ്പെട്ട ശിങ്കിടികള്, അല്ലെങ്കിൽ അയാൾ ജയിച്ചു വന്ന എനിക്ക് ചില നേട്ടങ്ങളുണ്ട്, ഈ വക ചിന്തകളൊക്കെ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് കത്തോലിക്ക സഭ, ക്രിസ്തീയ സഭ, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ, അവിടെ കർത്താവിന്റെ സുവിശേഷം എങ്ങനെ കൊണ്ടുപോകണം, ഏത് ദിശയിലാണ് സഭയെ കൊണ്ടുപോകേണ്ടത്, ഈ ഒരു ചിന്ത മാത്രം കൊണ്ടുവരികയാണ്. അപ്പൊ അതിനു മുമ്പുള്ള എല്ലാ ചർച്ചകളിലും ഇത് തന്നെയായിരിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല. എത്രയോ വിശുദ്ധമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു ചെറിയൊരു രാജ്യത്തിന്റെയും പിന്നെ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ വലിയൊരു സഭയുടെയും തെരഞ്ഞെടുപ്പാണെങ്കിലും ലോകത്തിലെ സകലമാനം മാധ്യമങ്ങളും ഇവിടെ വന്ന് നിൽക്കുകയാണ്. മാധ്യമങ്ങൾ പറഞ്ഞ ആരെങ്കിലും എത്ര മാർപ്പാപ്പമാരായിട്ടുണ്ടോ?
വളരെ ചുരുക്കം. എന്തേ? അതൊന്നുമല്ല അവരെ സ്വാധീനിക്കുന്നത്. അവരൊരു ദൈവികമായ അന്തരീക്ഷത്തിൽ മനുഷ്യപുത്രൻ എന്ന ന്യായാധിപന് മുമ്പിൽ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സഭയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ദൈവിക അന്തരീക്ഷം ഈ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു മാപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന അത്രയും പ്രാധാന്യം മാധ്യമങ്ങൾക്കൊന്നും ലോകത്തിന് ഇല്ലാത്തത് കൊണ്ടൊക്കെ, മാധ്യമങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ അറിയാത്തത്. പക്ഷേ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട് എന്ന് ഇങ്ങനെ നമ്മൾ വീമ്പിളയ്ക്കൽ മാത്രം പോരാ. അത് ഈ മോറൽ തിയോളജിയിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, യു ഷുഡ് ബി ജസ്റ്റ് ആൻഡ് യു ഷുഡ് അപ്പിയർ ടു ബി ജസ്റ്റ്. നിങ്ങൾ നീതിമാന്മാരായിരുന്നാൽ മാത്രം പോരാ, നീതിമാന്മാരെന്ന് മറ്റുള്ള ബോധ്യപ്പെടുത്തും വേണം. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പാക്കുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും വേണം. എങ്കിലേ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയൂ. ജനങ്ങളാണ്, ദൈവജനമാണ് സഭ. ചുരുങ്ങിയ പക്ഷം അതിന്റെ ശരീരം ആത്മാവ് പരിശുദ്ധാത്മാവാണെങ്കിലും. അപ്പോൾ ഈ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള പോക്ക് ശരിയാകും. അതിന് വിശുദ്ധമായ, ദൈവികമായ, സ്വർഗീയമായ ഒരു അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പ് അതിനൊരു മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.